ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ള വെജിറ്റബിൾ കിച്ചടിയാണ്. വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 3 കപ്പ് മുഴുവനായിട്ടുമുള്ള ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. ജീരകശാല റൈസിൽ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ ഈ വെജിറ്റബിൾ കിച്ചടിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. 3 കപ്പ് അളവിലുള്ള ജീരകശാല റൈസിൻ്റെ കൂടെ 1 കപ്പ് മുഴുവനായിട്ടുമുള്ള മൈസൂർ ദാൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 5 മിനിറ്റ് നേരം നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഏകദേശം ഒരു 15 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, മീഡിയം വലുപ്പത്തിലുള്ള ഒരു പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഗ്രീൻ പീസ് സ്കിപ്പ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കിച്ചടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവാനൊന്നും നിൽക്കേണ്ട, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു 6 ആൾക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾ കിച്ചടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഈ പൊടികളുടെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഈ ദാലും റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ റൈസും ദാലും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റൈസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസ് ഇവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പാണ്. 1 കപ്പ് അളവിലുള്ള മൈസൂർ ദാൽ കൂടി എടുത്തിട്ടുണ്ട്. മൊത്തം 4 കപ്പ്. അതുകൊണ്ട് തന്നെ 8 കപ്പ് കറക്റ്റ് അളവിലാണ് വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ കിച്ചടി കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ കിച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.